ഹലോ, ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ചക്കരച്ചോറിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ അരിക്ക് പകരം ഗോതമ്പാണ് എടുക്കുന്നത്. നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു 300-320 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. ഇനി കുതിർന്ന നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഗോതമ്പിൻ്റെ കുറച്ച് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിലാക്കി എടുത്താൽ അത് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ഈ ശർക്കരയുടെ കൂടെ കുറച്ച് നെയ്യും അതോടൊപ്പം തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് അത് നല്ലപോലെ അങ്ങോട്ട് വരട്ടിയെടുക്കുക. ഒട്ടും ശർക്കര പാനിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല കുറുകിയ രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി എടുക്കുക. ഇത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയിട്ട് ചേർത്ത് കൊടുക്കുക. അരമുറി എന്നൊന്നുമില്ല, ഒരു മുറി വേണമെങ്കിലും ചേർക്കാം. കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ ചക്കരച്ചോറ് റെഡി. അപ്പോൾ ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അരി വെച്ച് ചെയ്താലും ടേസ്റ്റാണ്, ഇതും ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്